നമസ്കാരം. നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എങ്ങനെയും ഇന്ത്യയെ ദ്രോഹിക്കണം, അതാണ് ആശാന്റെ മുഖ്യ അജണ്ടയും. എന്നാൽ ആ അജണ്ട പുറത്തു പറയാനുള്ള ധൈര്യം ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യക്കിട്ട് പണിയുക, അതാണ് ട്രംപിൻ്റെ ഒരു രീതി. അതാണ് തീരുവ വിഷയത്തിലും പിന്നെ IT വിഷയത്തിലുമൊക്കെ പ്രതിഫലിച്ചത്. ഇപ്പോൾ പൊട്ടിമുളച്ച ചൈന പ്രേമത്തിലും വ്യക്തമാകുന്നതും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചൈനയുമായി അടുത്തു തുടങ്ങിയ ഇന്ത്യയും റഷ്യയെയും പരിഹസിച്ച കക്ഷിയാണ് ഈ US പ്രസിഡന്റ്. അമേരിക്കൻ വെല്ലുവിളികളെ അവഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തതുൾപ്പെടെയുള്ളവ മാറിമറിഞ്ഞ നയതന്ത്ര സാഹചര്യങ്ങളുടെ തുടർച്ചയാണ് ട്രംപിന്റെ പരിഹാസം വന്നത്. ഇന്ത്യയും റഷ്യയും നമ്മൾ തമ്മിൽ നിന്ന് നഷ്ടമായി എന്നും ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയിലേക്ക് അടുക്കുന്നു എന്ന് തോന്നുന്നുവെന്നും ഇപ്പോൾ അതാ പെട്ടെന്നൊരു ചൈന സ്നേഹമാണ് ട്രംപിന് വന്നതും. ഈ വർഷം ഒക്ടോബറിലെ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന APEC വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുവാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള വ്യാപാര തർക്കങ്ങൾക്കും രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും അയവ് വരുത്തുമോ എന്ന ആകാംക്ഷയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഈ കൂടിക്കാഴ്ച നടന്നാൽ അമേരിക്ക ചൈന ബന്ധത്തിലെ സമീപകാല തർക്കങ്ങൾ തണുക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ അവസാനത്തിലും നവംബർ ആദ്യവാരത്തിനുമിടയിൽ ദക്ഷിണ കൊറിയയിലെ ഗോങ്എച്ച് നഗരത്തിലാണ് APEC ഉച്ചകോടി നടക്കുന്നത്. ട്രംപിന്റെ ഈ യാത്ര സാമ്പത്തിക സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുൻ വിദേശ യാത്രകളിലേതുപോലെ അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക എന്നതും ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നതിലാണ് വൈറ്റ് ഹൗസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു ഫോൺ സംഭാഷണത്തിൽ ഷീ ട്രംപിനെയും ഭാര്യയെയും ചൈന സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ഇതിനെ കാണാം. ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ യാത്ര ഷിയുമായുള്ള ബന്ധം അത്ര സുഗമമല്ലാത്ത ഒരു ഘട്ടത്തിലാണ് വരുന്നത്. അടുത്തിടെ ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്ക് ആതിഥ്യം വഹിച്ചിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകളെ ട്രംപ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ചത് ഇപ്രകാരമായിരുന്നു: അമേരിക്കൻ ഐക്യനാടുകൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന പുടിനും കിം ജോങ് ഉന്നിനും എൻ്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കുന്നു. പിന്നീട് അദ്ദേഹം പങ്കുവച്ച ഒരു ഫോട്ടോയിൽ ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഈ പ്രസ്താവനകൾ ട്രംപിന്റെ വിദേശ നയത്തിന്റെ സങ്കീർണമായ സ്വഭാവം വെളിവാക്കുന്നുണ്ട്. ഒരു വശത്ത് ചൈനയും മറ്റു രാജ്യങ്ങളെയും വിമർശിക്കുമ്പോൾ മറുവശത്ത് അവരുമായി ബന്ധം സ്ഥാപിക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചൈനയുമായും അമേരിക്ക തുടരുന്ന വ്യാപാര യുദ്ധങ്ങളും താരിഫുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഷിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. APEC ഉച്ചകോടിയിൽ ട്രംപ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി മറ്റൊരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂമായി നടത്തിയ ചർച്ചയിൽ ട്രംപ് ഇതിന് താൽപര്യം പ്രകടിപ്പിച്ചു. കിമ്മിന്റെ സാന്നിധ്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. നിലവിൽ ഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചൈനയെയും റഷ്യയെയും വിമർശിക്കുമ്പോഴും ഇന്ത്യയോടുള്ള ട്രംപിന്റെ നിലപാട് സൗഹൃദപരമാണെന്നാണ് വ്യാഖ്യാനം. ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ പ്രത്യേകമായ ബന്ധമാണ് എന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനോട് ഊഷ്മളമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പൂർണ്ണമായും പ്രതിഫലിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മൊത്തത്തിൽ ട്രംപിന്റെ ഏഷ്യൻ യാത്രകൾ ചൈന, ഉത്തര കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ തന്ത്രപരമായ ബന്ധങ്ങൾ പുതിയ ഒരു വഴിത്തിരിവിന് കാരണമാകുമോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച